വലതുപക്ഷ സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ ദീർഘകാല ആവശ്യമായിരുന്നു ആസൂത്രണ കമ്മീഷൻ അടച്ചുപൂട്ടുക എന്നത്. പകരമായി നീതി ആയോഗ് നിലവിൽ വന്നു. അതോടെ ദശകങ്ങളായി നിലനിന്നിരുന്ന പദ്ധതിയേതര വിഭജനം കേന്ദ്ര ബജറ്റുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. സാങ്കേതികവും ശാസ്ത്രീയവുമായ ആസൂത്രണത്തിന് പകരം ബജറ്റ് വീതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ധനമന്ത്രാലയത്തിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും മാത്രമായി വിട്ടുകൊടുക്കുന്ന അവസ്ഥയിലേക്കെത്തി. കേന്ദ്രത്തിന്റെ ഈ നടപടിക്ക് പിന്നാലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ആസൂത്രണ ബോർഡുകൾ പിരിച്ചുവിട്ടു. ബജറ്റുകളിലെ പദ്ധതിയേതര വ്യത്യാസങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. ആസൂത്രണം ഉപേക്ഷിക്കുന്നതിലൂടെ റവന്യൂ ചെലവുകൾ കുറക്കാനാവുമെന്നും കൂടുതൽ തുക വികസന പ്രവർത്തനങ്ങൾക്കായി മൂലധന ചെലവ് മാറ്റിവെക്കാനാവുമെന്നുമാണ് അന്ന് ഇതിന്റെ വക്താക്കൾ ഉയർത്തിയ പ്രധാന വാദം. എന്നാൽ കേന്ദ്രത്തിന്റെ ഈ അവകാശവാദങ്ങൾ പൂർണ്ണമായും തെറ്റായിരുന്നുവെന്ന് ഇപ്പോൾ പുറത്തുവന്ന പഠനങ്ങൾ തെളിയിക്കുന്നു. ഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി NIPFP നടത്തിയ പുതിയ പഠനം ശ്രദ്ധിക്കേണ്ടതാണ്. 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 18 സംസ്ഥാനങ്ങളുടെ ശരാശരി മൂലധന ചെലവ് മൊത്തം ചെലവിന്റെ 12.8%. ആസൂത്രണ ബോർഡുകൾ നിർത്തലാക്കിയതിനു ശേഷമുള്ള 2017-18 മുതൽ 2021-22 വരെയുള്ള കാലയളവിൽ ഇത് 11.3% കുറഞ്ഞു. തൊട്ടടുത്ത 2 വർഷങ്ങളിൽ ഇത് 12.2%-ലെത്തിയെങ്കിലും ആസൂത്രണ ബോർഡുകൾ ഉണ്ടായിരുന്ന കാലത്തെ അപേക്ഷിച്ച് ഇപ്പോഴും പിന്നിലാണ്. ചുരുക്കത്തിൽ ആസൂത്രണ സംവിധാനങ്ങൾ ഉപേക്ഷിച്ചതുവഴി സംസ്ഥാനങ്ങളിൽ മൂലധന നിക്ഷേപം വർദ്ധിച്ചില്ല. അത് കുറയുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. ഇതേ പഠന റിപ്പോർട്ടിൽ കേരളത്തിന്റെ ചിത്രം തികച്ചും വ്യത്യസ്തമാണ്. കേന്ദ്രം ആസൂത്രണ കമ്മീഷനെ ഉപേക്ഷിച്ചപ്പോഴും ആസൂത്രണ പ്രക്രിയയുമായി ശക്തമായി മുന്നോട്ടു പോകാനാണ് കേരള സർക്കാർ തീരുമാനിച്ചത്. ആസൂത്രണ ബോർഡ് നിലനിർത്തുകയും ബജറ്റിലെ പദ്ധതിയേതര വ്യത്യാസങ്ങൾ തുടരുകയും ചെയ്ത കേരളത്തിന്റെ രാഷ്ട്രീയ നിലപാട് ശരിയായിരുന്നുവെന്ന് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കേരളത്തിന്റെ മൂലധന ചെലവ് 6.3%. ആസൂത്രണ ബോർഡുകൾ ഇല്ലാതാക്കി മറ്റ് സംസ്ഥാനങ്ങൾ തളർന്നപ്പോൾ കേരളം ആസൂത്രണം ശക്തിപ്പെടുത്തിയതിലൂടെ 2017-22 കാലയളവിൽ ഇത് 7.5% വർദ്ധിപ്പിച്ചു. തുടർന്നുള്ള 2022-24 വർഷങ്ങളിൽ
ഇത് വീണ്ടും ഉയർന്നു 8.2% ഉയർന്നു. ബജറ്റ് കണക്കുകൾ മാത്രം ആധാരമാക്കിയുള്ള NIPFP പഠനത്തിൽ കിഫ്ബി വഴിയുള്ള ബൃഹത്തായ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല. കിഫ്ബിക്ക് സർക്കാർ നൽകുന്ന പണം കേന്ദ്ര ബജറ്റ് വർഗീകരണമനുസരിച്ച് റവന്യൂ ചെലവായാണ് കണക്കാക്കുന്നത്. ഈ തുക കൂടി പരിഗണിച്ചാൽ കേരളത്തിലെ മൂലധന ചെലവ് റിപ്പോർട്ടിൽ പറയുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ്. ആസൂത്രണ ബോർഡിന്റെ ശാസ്ത്രീയമായ ഇടപെടലുകൾ വഴി അനാവശ്യമായ റവന്യൂ ചെലവുകൾ നിയന്ത്രിക്കാനും കൃത്യമായ ധനകാര്യ മാനേജ്മെന്റിലൂടെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിച്ചു. ആസൂത്രണം ഒരു അനാവശ്യ ഭാരമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർക്കുള്ള ശക്തമായ മറുപടിയാണ് കേരളം കൈവരിച്ച ഈ നേട്ടം. ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് വിഭവങ്ങൾ വിന്യസിക്കാൻ ശാസ്ത്രീയമായ ആസൂത്രണം അത്യാവശ്യമാണെന്ന് സംസ്ഥാന സർക്കാർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആസൂത്രണ പ്രക്രിയയ്ക്ക് നൽകുന്ന പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ കേരളം വികസന പാതയിൽ മുന്നോട്ടു പോകും. ഇത്തരം മുന്നേറ്റം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രകടനത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. UDF സർക്കാരിന് കീഴിൽ തകർന്നടിഞ്ഞതാണ് പല പൊതുമേഖലാ സ്ഥാപനങ്ങളും. അവയെ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചപ്പോൾ അതിന് പ്രതിരോധം തീർക്കുകയാണ് LDF സർക്കാർ ചെയ്തത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ മത്സരക്ഷമമാക്കാനും അവയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനുമായി സർക്കാർ നിരന്തരം ഇടപെട്ടു. വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിൽ 51 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. സർക്കാരിന്റെ നിരന്തരമായ ഇടപെടലുകൾ മൂലം ഈ സ്ഥാപനങ്ങൾ 5135.89 കോടി രൂപയുടെ സംയുക്ത വിറ്റുവരവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 15.14% വർധനവാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.